ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നമ്മൾ വിശ്വസിച്ച് പോരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആര് പറഞ്ഞാലും നമ്മൾ തിരുത്തൂല, മാറ്റുകയുമില്ല. അത്തരം വിശ്വാസങ്ങളെ പറയുന്ന പേരാണ് കോർ ബിലീഫ്, അടിയുറച്ച വിശ്വാസം എന്ന്. എന്നാൽ ഈ അടിയുറച്ച വിശ്വാസം നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചില കാര്യങ്ങളിലെങ്കിലും കോർ ബിലീഫ് നല്ലത് തന്നെ. എന്നാൽ ചിലപ്പോൾ ഇത് ദോഷമായി ഭവിക്കുകയും ചെയ്യാം. അത്തരം ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്, പ്രത്യേകിച്ച് നാർസിസിസ്റ്റ് വിഷയത്തിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ച പെണ്ണിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തൻ്റെ അമ്മയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്. അതവർ മനസ്സിലാക്കി. ചിലപ്പോൾ നാർസിസിസ്റ്റാണ് എന്ന് പോലും മനസ്സിലാക്കി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് എങ്കിൽ ഇത് ആരോട് പറയേണ്ടി വരും? തൻ്റെ ഹസ്ബൻഡിനോട് പറയേണ്ടി വരും. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഈ അമ്മായിയമ്മയുടെ ആരാണ്? സ്വന്തം മദറാണ്, അമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരത് വിശ്വസിക്കുമോ? അതായത് ഭാര്യ ഭർത്താവിനോട് പറയുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട് വിശ്വസിക്കൂല? അതായത് ഈ മകനെ സംബന്ധിച്ച് തൻ്റെ അമ്മയെ പറ്റിയുള്ള കോർ ബിലീഫ് ഉണ്ട്. ഈ കോർ ബിലീഫ് എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്? ചെറുപ്പത്തിലെ ഇവർ കണ്ടും കേട്ടും വളർന്നു വന്ന ചില കാര്യങ്ങളാണ്. അതിനെതിരായിട്ട് ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ അവർക്ക് സാധിക്കില്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും, എന്തിന് മക്കളാണെങ്കിൽ പോലും. നിങ്ങൾ പലപ്പോഴായി പല ആൾക്കാരും അനുഭവിക്കുന്നൊരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ട് ഇത് എനിക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും പല ആൾക്കാരും എന്നോട് ബന്ധപ്പെടും, അതായത് സൈക്കോളജിസ്റ്റിനോട് ബന്ധപ്പെടും. എന്നിട്ട് അവർ പറയും, നേരെ തിരിച്ചുണ്ട് കേട്ടോ, ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ, അവർ ബന്ധപ്പെട്ട് പറയും, അമ്മയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങളൊന്ന് സൂചിപ്പിക്കണം, നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന്. അപ്പോൾ നമ്മളും പലപ്പോഴും കുടുങ്ങുന്നൊരു സംഗതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, സ്വന്തം പാർട്ട്ണർ പറഞ്ഞ് വിശ്വസിക്കാത്ത ഒരു കാര്യം ഒരു സൈക്കോളജിസ്റ്റ് പറയുക എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കും? പക്ഷേ തെളിവുകളോട് കൂടി പറഞ്ഞാൽ വിശ്വസിക്കുമെന്നാണ് ആരുടെ ധാരണ? ഈ നമ്മളെ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ധാരണ. അങ്ങനെ വിശ്വസിക്കുമായിരിക്കും. എന്നാൽ അതിനും സാധ്യത തുലോം തുച്ഛമാണ്, വളരെ കുറവാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കോർ ബിലീഫിലുള്ള കാര്യങ്ങൾ. ഉദാഹരണം പറയാം. മരുമകൾ പറയാണ് ആരോട്? തൻ്റെ ഭർത്താവിനോട് പറയാണ്, നിങ്ങളുടെ അമ്മ എന്നെ ഉപദ്രവിക്കുന്നു, എന്നോട് മോശമായി സംസാരിക്കുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന്. അപ്പം അങ്ങനെയുള്ളൊരു പെരുമാറ്റം ഇതുവരെ കാണാത്ത മകൻ അത് വിശ്വസിക്കുമോ? മാത്രവുമല്ല, അങ്ങനെയുള്ള പെരുമാറ്റം മകനോട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ മകനോട് പോലും ഇൻഡയറക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. മാത്രവുമല്ല, അതിനുശേഷം നല്ലോണം സ്നേഹം കാണിച്ചിട്ടും ഉണ്ടാവും. അതോടെ മകൻ അത് മറന്നിട്ടുണ്ടാവും. ഇത്തരം സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ പറഞ്ഞാൽ പോലും വിശ്വസിക്കൂല. മാത്രവുമല്ല, നമുക്കറിയാലോ, സ്നേഹത്തിന് എല്ലാത്തിനെയും തള്ളാനുള്ള ഒരു കഴിവുണ്ട്, പുറം തള്ളാനുള്ള കഴിവുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളെപ്പറ്റി എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ മോശത്തരമോ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കുമോ? ഇല്ല. പ്രത്യേകിച്ച് ഇത്തരം വിഷയത്തിൽ മാതാക്കളോട് ശക്തമായ സ്നേഹം അത് മകൾക്കാണെങ്കിലും മകനാണെങ്കിലും ഉണ്ടാവും. അപ്പം അതിനെതിരെ ആര് പറഞ്ഞാലും ഇവർ അംഗീകരിക്കൂല. അത് കോർ ബിലീഫിനെതിരാണ്. അപ്പോൾ ഇത്തരം കോർ ബിലീഫിനെതിരായ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ സംഭവിക്കുക? പറയുന്ന ആൾ പ്രതിയായിട്ട് മാറും. മനസ്സിലായല്ലോ? അതായത് കുറ്റം പറയുന്ന ആൾ, നീ എപ്പോഴും അമ്മയെ പറ്റി കുറ്റം പറയുന്നു, അമ്മ നിന്നെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ഈ അമ്മ ചിലപ്പോൾ പറയുന്നുണ്ടാവും, പക്ഷെ പറയുന്നുണ്ടെങ്കിൽ പോലും പറയാത്തതുപോലെ ആയിരിക്കും പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഒരു കംപ്ലൈൻറ്റ് പറയും, എന്നാൽ കംപ്ലൈൻറ്റ് അല്ലാത്ത രീതിയിലായിരിക്കും പറയാം. ഇപ്പോൾ ഈ മകനെ സംബന്ധിച്ച് ആ കംപ്ലൈൻറ്റ് കിട്ടുകയും ചെയ്തു, എന്നാൽ അമ്മ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ആ രീതിയിലായിരിക്കും ഇതെടുക്കുക. അതായത് വളരെ ഭംഗിയായിട്ട് കംപ്ലൈൻറ്റ് പറയാൻ കഴിവുള്ളവരായിരിക്കും ഇവർ. എന്നാൽ മകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ മരുമകളെ സംബന്ധിച്ച് അങ്ങനെ പറയാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കോർ ബിലീഫിനെതിരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞതോടുകൂടി എന്തായി? ഈ ഭർത്താവിൻ്റെ കണ്ണിലെ കരടായിട്ട് ആര് മാറും? ഈ പെണ്ണ്, സ്വന്തം ഭാര്യ മാറും. അതിനുശേഷം പിന്നെ തർക്കിക്കുന്ന സമയത്തൊക്കെ പറയും, നിനക്കെപ്പോഴും എൻ്റെ അമ്മയെ കുറ്റം പറയാനേ നേരുള്ളൂ, എൻ്റെ അമ്മ എത്ര പാവമാണെന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയോ, ചെറുപ്പത്തിലൊക്കെ ഞാൻ പ്രയാസപ്പെടുന്ന സമയത്ത് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തവരാണ് അവർ, ഇനി ഇൻ കേസ് അവരുടെ അടുത്ത് കുറ്റം ഉണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് അവിടെ ഈ പെണ്ണ് പറയുന്ന ഫാക്റ്റായ കാര്യങ്ങൾ പോലും അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലും രക്ഷയില്ല. കാരണം സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ പോലും അവർ ഉൾക്കൊള്ളില്ല. അവർ പിന്നെ ഇങ്ങനെയായിരിക്കും പറയാം, നീ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു, എൻ്റെ അമ്മയെ കുറ്റം എല്ലായിടത്തും പറയുന്നു, കുടുംബത്തിൽ പറയുന്നു, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്തിനാണ് മുന്നോട്ട് പോകുന്നത്? ഡൈവോഴ്സ് ചെയ്ത് കളയാം എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോകും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്താണ് നമുക്ക് നല്ലത്? ഇത്തരം സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നതിന് പകരം ഇവരോട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്ന് പറഞ്ഞാൽ മതി.
അതായത് ചില പെരുമാറ്റങ്ങൾ ഇപ്പോൾ നമ്മളോട് പെരുമാറുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, എന്നിട്ട് എന്തെങ്കിലും പന്തി കേടുണ്ടോ നോക്കും, ആ രീതിയിൽ അവതരിപ്പിച്ചാൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലായിരിക്കും പലപ്പോഴും നടക്കുക. ഭർത്താവ് ഉള്ള സമയത്ത് നടക്കൂല. പ്രത്യേകിച്ച് ചില അമ്മായിയമ്മമാരുണ്ട്, ചില അമ്മായിയമ്മമാർക്ക് പേരക്കുട്ടികളെ ഇഷ്ടം ഉണ്ടാവില്ല. അതായത് ഈ പറയുന്ന മരുമകളുടെ കുട്ടികളെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അവർ നല്ലോണം ഉപദ്രവിക്കും. ഈ ഉപദ്രവിക്കുന്ന ഒരിക്കലും മകൻ്റെ മുമ്പിൽ ചെയ്യൂല, സ്വന്തം മകൻ്റെ കുട്ടികളല്ലേ, അവരുടെ മുമ്പിൽ നിന്ന് ചെയ്യൂല. എന്നാൽ ഇത് ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉപദ്രവിക്കുന്നത് ആര് കാണും? ഈ അടുത്തൊരു സ്ത്രീ പറഞ്ഞിരുന്നു, തൻ്റെ ഭർത്താവിന് ഒരിക്കലും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, എപ്പോഴും അമ്മയാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം അദ്ദേഹം കണ്ടു ചെറിയ കുട്ടിയുടെ മാരിങ്ങനെ വലിച്ചെടുക്കുന്നത്, അതായത് ഇവിടെ കഴുത്ത് മുറിയുന്നത് നേരിട്ട് കണ്ടു. അതിനുശേഷമാണ് എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ ഇവർ കാണിക്കും, അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങളങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയെന്ന്. അങ്ങനെ നിരന്തരം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ചില പോയിന്റ് അവർക്ക് കണ്ടെത്താൻ പറ്റുകയും അത് ശരിയാണ്, തൻ്റെ ഭാര്യ പറയുന്നതിലും ചില കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഇവിടെ ഗോൾഡൻ ചൈൽഡാണ് ഈ മകനെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളൂല. നമുക്കറിയാമല്ലോ, ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ ആരാണോ നാസിസ്റ്റിൻ്റെ പതിപ്പായിരിക്കും, അവരെക്കാൾ കൂടിയ ഇനമായിരിക്കും. അത്തരം ഘട്ടത്തിൽ നമ്മളിത് ഫലിക്കൂല. അല്ലാത്ത ഘട്ടത്തിൽ ഈ കോർ ബിലീഫിന് വിള്ളൽ വീഴ്ത്താൻ സാധിക്കും. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മകനെ പറ്റി പറഞ്ഞ ചില അപവാദങ്ങളുണ്ടാവും, മകനെ പറ്റി ചില കംപ്ലൈൻ്റ് ഒക്കെ പറയും, അതും ഇടയ്ക്ക് സൂചിപ്പിക്കാം. നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് സൂചന കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അതിലും ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം കിട്ടും. അങ്ങനെ കോർ ബിലീഫിൽ വിള്ളൽ വീണാൽ മാത്രമേ അവരെ വിശ്വസിക്കൂ. ആരെ? ഈ ഭാര്യയെ വിശ്വസിക്കൂ. അല്ലാത്ത കാലത്തോളം നിങ്ങൾ പ്രതികളായി തന്നെ തുടരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വിഷയത്തിൽ നിങ്ങൾ ആരെടുത്ത് പോയി കഴിഞ്ഞാലും, ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയാലോ സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തിയാലോ ഒന്നും ഈ കോർ ബിലീഫിനെ തട്ടാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളെ മക്കളെ പറ്റി ആരെങ്കിലും വന്ന് പറഞ്ഞു നിങ്ങളെ മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന വാക്കെന്താണ്? ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കൂല എന്ന്. മാത്രവുമല്ല, തെളിവോടുകൂടി പിടിച്ചു കഴിഞ്ഞാലും അത് അവനെ മറ്റുള്ളവർ ചതിച്ചതാണെന്നൊക്കെ പറയും. എന്തുകൊണ്ട്? നമ്മുടെ കോർ ബിലീഫാണ് നമ്മളെ കൂടെയുള്ളവർ നമ്മളെ ചതിക്കൂല, നമ്മൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് അബദ്ധം പറ്റൂല എന്നുള്ള ചില കോർ ബിലീഫ് ഉണ്ട്. ഈ കോർ ബിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കോർ ബിലീഫിനെതിരായ ഒരു കാര്യം പറയണമെങ്കിൽ കൃത്യമായ തെളിവ് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ അത് അവതരിപ്പിക്കാൻ പറ്റണം. അല്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പ്രതിയാവും. ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. നന്ദി.